നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്ന പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്രസിദ്ധമായ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവം പോലുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ നട തുറക്കുകയുള്ളൂ. പൗർണമി നാളിലും നവാഹം, ഉത്സവം, വിദ്യാരംഭം തുടങ്ങിയ ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രമാണിത്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ബാല ത്രിപുര സുന്ദരി ദേവിയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് 51 അക്ഷര ദേവതകളുടെയും പ്രതിഷ്ഠയും അതിൻ്റെ മൂലമന്ത്രവും ഇവിടെ കാണാം. അതിൻ്റെ തന്നെ ആരാധനയും നടക്കുന്നുണ്ട്. ഓരോ ദേവിമാരുടെയും പ്രതിഷ്ഠയിൽ മുകളിലായിട്ട് അക്ഷരത്തിൻ്റെ ദേവതയുടെ പേര്, മൂലമന്ത്രം ഇങ്ങനെ നോക്കിയാൽ 51 ദേവിമാരുടെയും പ്രതിഷ്ഠകൾ അവിടെയുണ്ട്. അതിന് തക്കവണ്ണമുള്ള പൂജകളുമുണ്ട്. ഈ ഒരു ആനയെ കണ്ടുവല്ലോ, ഇതൊരു ആർട്ടിഫിഷ്യൽ ആനയാണെന്ന് ആരെങ്കിലും പറയുമോ? വളരെ മനോഹരമായിരിക്കുന്നു. ഇതുകൂടാതെ ഈ ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായത് മറ്റൊരു കാരണത്താലാണ്. നിങ്ങളൊക്കെ കേട്ട് കാണും, കേരളത്തിലെ അപൂർവം ശനീശ്വര ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. അതിഭീമാകാരമായൊരു ശനീശ്വരൻ്റെ പ്രതിഷ്ഠയും ഒപ്പം തന്നെ ഏറ്റവും വലിയൊരു കാക്കയുടെ രൂപവുമെല്ലാം അവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വരാഹി ദേവൻ്റെ പ്രതിഷ്ഠയും വരാഹി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഇതുകൂടാതെ നാഗത്താന്മാരുടെ വലിയൊരു കാവുമുണ്ട്. വളരെ അപൂർവമായി നടക്കുന്ന പല പൂജകളും ഇവിടെ നടത്തുന്നുണ്ട്. ഇത് ക്ഷേത്രം തന്നെ പല കെട്ടിടങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ മെയിനായിട്ടുള്ള ബിൽഡിങ്ങിൽ ത്രിപുരസുന്ദരി ദേവിയും തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലായിട്ടാണ് ശിവ കുടുംബം മുഴുവനായിട്ടുള്ളത്. അതായത് ഭഗവാൻ ശിവനും പാർവതി ദേവി, വേൽമുരുകൻ, ഗണപതി, അങ്ങനെ ശാസ്താവ്, ഇങ്ങനെ അവിടുത്തെ പ്രതിഷ്ഠ പ്രത്യേകിച്ചുണ്ട്. പിന്നെ കാര്യസാധ്യത്തിനായിട്ടും പല വിധത്തിലുള്ള വഴിപാടുകൾ നേർച്ച നേരുന്നവരുണ്ട്. അത് കഴിഞ്ഞ് കാര്യസാധ്യമെല്ലാം നടന്ന ശേഷം വന്ന് അതിന് ദേവിയോട് നന്ദി സമർപ്പിക്കുന്നതിനായിട്ട് നടത്തുന്ന പൊങ്കാലകളും ഇവിടെയുണ്ട്. പക്ഷേ അപൂർവം ദിവസങ്ങളിൽ മാത്രമാണല്ലോ ഈ നട തുറക്കുക. അപ്പോൾ ആ സമയങ്ങളിലാണ് വന്നിട്ട് പിന്നീട് പൊങ്കാലയൊക്കെ ഇടുന്നത്. പലരെയും കണ്ടു, പൊങ്കാലയിടുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. അവിടെ നടക്കൽ മണ്ഡപത്തിൽ തന്നെ അവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും നേർച്ചയായിട്ട് നടത്തുന്ന പല പരിപാടികളും അവിടെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിലും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ദീപങ്ങൾ ഒരേ സമയം കത്തിച്ചു വെച്ച് ആ സന്ധ്യാസമയത്ത് ആ കാവ് മുഴുവൻ ദീപാലങ്കൃതമാക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെ സന്ധ്യാദീപത്തിനായിട്ട് ദീപങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു പ്രത്യേക സ്റ്റാൻഡുകളിലായിട്ട് ലക്ഷക്കണക്കിന് ദീപങ്ങൾ ഒരേ സമയം കത്തിക്കുകയാണ്. പക്ഷെ സാധാരണ അമ്പലങ്ങളിൽ നിന്നും ഉള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ദീപങ്ങൾ കത്തിക്കുന്നത് ചെരാതിലല്ല, പകരം ഒരുതരം ഗ്ലാസ്, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഗ്ലാസ്സിൽ പല കളറിലുള്ള ഏതോ വസ്തു ഒഴിച്ച ശേഷം, ഏത് കെമിക്കലാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ തിരക്കിയപ്പോൾ പറഞ്ഞു അതൊരു തരം കെമിക്കലാണ്, സെറ്റാകുന്ന തരം മെഴുകു പോലെയുള്ള ഒരു കെമിക്കൽ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട്, അപ്പം ഓരോ ഗ്ലാസ്സിലും പല കളറിലാണ് കേട്ടോ. അങ്ങനെ കളർഫുള്ളായിട്ട് ലിക്വിഡ് ഒഴിച്ച ശേഷം അതിൻ്റെ പുറത്താണ് എണ്ണ ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ച് അതിനകത്ത് തിരിയിട്ട് കത്തിക്കുന്നത്. അപ്പം കാണുമ്പോൾ ഒരു ഗ്ലാസ്സിൽ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ പല കളർ ഗ്ലാസ്സുകൾ നിരത്തി വെച്ച് ആ ഗ്ലാസ്സിനകത്ത് തീ നാളം കത്തി നിൽക്കുന്നതായിട്ട് തോന്നും. അത്ര മനോഹരമാണ്. ഉച്ചയ്ക്ക് അതിഗംഭീരമായ അന്നദാനമുണ്ടായിരുന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു, എങ്കിലും കഴിക്കാൻ സാധിച്ചു. ദേവിയുടെ കൃപ.
എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.